ഇന്നത്തെ വചനചിന്ത തളരാതെ കുതിച്ചുയരണം. ഒരു പക്ഷിയുടെ ചെറു കുടുംബം അവരുടെ 3 കുഞ്ഞുങ്ങളെ പറക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. തള്ളപ്പക്ഷികൾ 3 ചെറു പക്ഷികളെയും പറക്കുവാൻ അവർ ഒരുക്കമായപ്പോൾ പറക്ക പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. അലസരായ ഈ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് പറക്കുവാൻ മടിയാണ്. അവർ ഇരിക്കുന്ന വൃക്ഷത്തിന് താഴെ ഒരു ചെറിയ നദിയുണ്ട്. പറക്ക പഠിപ്പിക്കുവാൻ തള്ളപ്പക്ഷി അതിലൊരു ചെറിയ പക്ഷിയെ ഉന്തി ഉണങ്ങിയ ചില്ലയുടെ തുമ്പത്ത് വരെ കൊണ്ടുപോകും. അവിടെയാകുമ്പോൾ ഉണങ്ങിയ ചില്ല ഒടിഞ്ഞു പോകുന്നതോടുകൂടെ ചെറുപക്ഷി താഴേക്ക് പതിക്കുന്നു. ഒടിഞ്ഞ ചില്ലയ്ക്കും താഴെയുള്ള തടാകത്തിനുമിടയിൽ എവിടെയോ ആ പക്ഷി ശക്തി സംഭരിച്ച് ചിറകുകളിടിച്ച് കയറുന്നു. രണ്ടാമത്തെ പക്ഷിയും ഇപ്രകാരം ആ തള്ളപ്പക്ഷി ഉന്തി ഉണങ്ങിയ കമ്പിൽ കൊണ്ടുവന്നു തള്ളി താഴെയിട്ടു. 2 പക്ഷികളും വന്ന് പറക്കുവാൻ പഠിച്ചു. മൂന്നാമത്തെ ചെറുപക്ഷിയാകട്ടെ ഇത് കണ്ട് ഒരിക്കലും താഴെ വീഴില്ലെന്ന് നിശ്ചയിച്ചു. തള്ളിയുന്തി നീക്കുന്ന അമ്മ പക്ഷിയുടെ ശ്രമത്തെ ആ പക്ഷി ചെറുതായി തടഞ്ഞു. ഉണങ്ങിയൊടിയുന്ന ചുള്ളിക്കൊമ്പിലേക്ക് നീങ്ങാതെ ആ ചെറുപക്ഷി തൻ്റെ കാലുകൾ കൊണ്ട് അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടന്നു. അമ്മ പക്ഷി ശക്തമായി അതിന് തൂങ്ങിക്കിടന്ന കാലുകൾ കൊത്തുവാൻ തുടങ്ങി. അവിടെ പിന്നെ ഒരു മൽപ്പിടുത്തമായി. ഒടുവിൽ ആ തള്ളപ്പക്ഷി ആ കുഞ്ഞിനെ കൊമ്പിൽ നിന്നും കൊത്തിയും തള്ളിയും താഴെയിട്ടു. ആ താഴെ വീണ പക്ഷി വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് തന്നെ ശക്തി സംഭരിച്ച് ചിറകുകളടിച്ച് പറന്നുയർന്നു. താൻ എന്നേക്കും സുരക്ഷിതനാണെന്ന് വിചാരിച്ച ആ കൊമ്പിൽ നിന്നും താഴേക്ക് പോകുവാൻ വിസമ്മതിച്ച ചെറുപക്ഷി പക്ഷെ തൻ്റെ ചിറകുകളുടെ സാധ്യതകൾ മനസ്സിലാക്കിയിരുന്നില്ല. തൻ്റെ കുഞ്ഞുങ്ങൾ പറക്കുവാൻ സമയമായി എന്നറിഞ്ഞതുകൊണ്ടാണ് ആ തള്ളപ്പക്ഷി ആ ചെറു പക്ഷികളെ കൊത്തി താഴേക്കിട്ടത്. ആ കുഞ്ഞ് താഴെ വീണു നശിക്കുന്നു എന്ന് ഒരു ചെറിയ സംശയം പോലും ആ അമ്മ പക്ഷിക്കില്ലായിരുന്നു. അപകടമുള്ളിടത്തേക്ക് അമ്മ ഒരിക്കലും ചെറുപക്ഷികളെ തള്ളിയിടുകയില്ല. പ്രകൃതിയിലെ ഈ ദൃഷ്ടാന്ത നിയമം പഠിപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോടുള്ള കരുതലിനെ കുറിച്ചാണ്. ചില കൊമ്പുകളിൽ നിന്നും നമ്മെ തള്ളി താഴെയിടുന്നത് നമ്മുടെ നല്ലതിനാണ്. നാം ജീവിതകാലം മുഴുവനും അള്ളിപ്പിടിച്ചു കിടക്കുന്ന ചില ചില്ലകൾ നമ്മെ കാരാഗൃഹത്തിലാക്കും. അവിടെ സാധ്യതകൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമാകാതെ നാം അടിമകളാകും. ആ സാഹചര്യമാണ് അപ്പോഴും നല്ലതെന്ന് കരുതി നമ്മുടെ സുരക്ഷയ്ക്കായി അവിടെ നാം കിടക്കുന്നു. എന്നാൽ കാലുകളിലെ പിടിവിട്ടെങ്കിലേ ചിറകുകളുടെ ഊർജം നാം തിരിച്ചറിയൂ. കാലുകൾക്ക് ശക്തിയുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ കാലുകളിൽ കിടന്നാടുവാനല്ല ആ പക്ഷിയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആ പക്ഷിയെ ഉണ്ടാക്കിയത് പറക്കുവാനാണ്. പറന്നെങ്കിലേ പക്ഷിയുടെ ജീവിതം കൊണ്ട് അർത്ഥമുള്ളൂ. എനിക്ക് കാലുകളുണ്ടല്ലോ എന്ന് കരുതുന്നതിൻ്റെ 10 മടങ്ങ് സാധ്യതയാണ് ചിറകുകൾക്കുള്ളത്. കാലുകൾക്കായി സ്വന്തം ശക്തിയെ ആശ്രയിക്കുന്നു. കാലുകൾക്കായി സ്വന്തം ശക്തിയെ ആശ്രയിക്കുന്നുവെങ്കിൽ ചിറകുകൾക്കായി വിശ്വാസത്തിൽ ദൈവശക്തിയെ ആശ്രയിക്കണം. പഠിക്കുവാൻ പറക്കുവാൻ മടിക്കേണ്ട. പറക്കുവാനാണ് താങ്കളെ പണിതിരിക്കുന്നത്. അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പറക്കുവാൻ സാധ്യമല്ല. ദൈവിക പദ്ധതിയിലുള്ള തൻ്റെ വഴികളിൽ പറക്കുവാൻ മടിക്കേണ്ട. അവിടെ നാം തകരുകയില്ല. അവിടെ നാം കുതിച്ചുയരുകയാണ് ചെയ്യുന്നത്. അവിടെ നാം തളരുകയില്ല. താങ്കളുടെ ജീവിതത്തിലെ വേദനകൾ, നൊമ്പരങ്ങൾ, അസ്വസ്ഥതകൾ, ഒറ്റപ്പെടൽ അനുഭവങ്ങൾ ഈ എല്ലാം താങ്കളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യരുടെ അവഗണനകൾ താങ്കളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. താങ്കളെ ശക്തീകരിക്കുവാൻ വേണ്ടിയാണ്. നാളുകളായി ആശ്രയമായി താങ്കൾ കണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് താങ്കളെ ദൈവം താഴെയിടുമ്പോൾ പതറിപ്പോകരുത്. ആ വേദനയിലൂടെ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആ ശോധനയില്ലെങ്കിൽ താങ്കൾ അവിടെ തന്നെ എന്നേക്കുമായി തളച്ചിടപ്പെടും. എൻ്റെ ഹിതമല്ല ദൈവമേ, അങ്ങയുടെ പദ്ധതികളിൽ ആശ്രയിക്കുവാനുള്ള ബലം എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുക. നഷ്ടപ്പെട്ട മരങ്ങൾക്കായി, നഷ്ടപ്പെട്ട ചില്ലകൾക്കായി, അഭയങ്ങൾക്കായി നന്ദി പറയുക. എൻ്റെ ഏറ്റവും നല്ല യാത്ര നയിക്കുവാൻ അതെല്ലാം മാറിയേ തീരൂ. പക്ഷികളെ പറക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ മനുഷ്യരെ തൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ദൈവം മെനഞ്ഞെടുത്തിരിക്കുകയാണ്. നാം ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ദൈവിക വഴികൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കുന്നത്. നമ്മുടെ സ്വന്തം വഴികളിൽ നാം സഞ്ചരിക്കുമ്പോൾ, ലോകത്തിൻ്റെ വഴികളിൽ നാം ഓടുമ്പോൾ നാം ബലഹീനരാകുകയാണ്. നാം തകരുകയാണ്. നാം ശക്തരാകുന്നത് ദൈവകൽപ്പനകളുടെ വഴിയിലൂടെ നടക്കുമ്പോഴാണ്.
ദൈവം നമുക്കായി ഒരുക്കിയിട്ടുള്ള തൻ്റെ വിശുദ്ധ വഴികളിൽ നാം ശ്രേഷ്ഠരാകും, മാന്യരാകും. 119 സങ്കീർത്തന പുസ്തകം 33 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. എൻ്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായുമാറാകണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിൻ്റെ വചനത്തെ അടിയന് നിവർത്തീകരിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്ദയെ അകറ്റിക്കളയണമേ. നിൻ്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ, ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവകാര്യങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിക്കാം. 44 വചനം ഇപ്രകാരം വായിക്കുന്നു: അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കുമെന്ന്. ഈ നാളുകളിൽ തകർന്നു പോകാതെ, തളർന്നു പോകാതെ കുതിച്ചുയരുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഒരു തരി പോലും കുറയില്ല, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ